Hello friends, welcome to my new video. ഇന്ന് ഞാൻ വരക്കാൻ പോകുന്നത് ആക്ച്വലി ഒരു 6ാം ക്ലാസ്സിലെ കുട്ടി വരച്ച് എനിക്ക് തന്ന ഒരു ചിത്രമാണിത്. അപ്പോൾ അത് ആസ്പദമാക്കിയിട്ട് ഇതിനെ എങ്ങനെ കുറച്ചുകൂടി നന്നായി വരക്കാമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വരച്ചിരിക്കുന്നത് ഒരു ഗാർഡൻ, ഒരു പാർക്കിൻ്റെ ഒരു സീനറി പോലെയാണ് തോന്നുന്നത്. ഇവിടെ ഒരു ലാമ്പ് ഉണ്ട്, ഒരു ചെയർ ഇരിക്കാനുള്ള ഒരു ചെയറുണ്ട്, ഒരു മരം, ബാക്ക്ഗ്രൗണ്ടിലൊരു വേലിയുണ്ട്, ഇവിടെ ഒരു പുൽമേട് പോലെയുള്ള സ്ഥലം ഉണ്ട്, പിന്നെ ഒരു വഴി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ കുറച്ചുകൂടി നന്നായി വരക്കാം എന്നാണ് ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പം ആദ്യമായി ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ ഒരു ഐഡിയ നല്ലൊരു ഐഡിയ ആണ്. കാരണം ഇവിടെ ബാക്കിലൊരു ഫെൻസ് വരുന്നു, ഇവിടെ ഒരു പുൽമൈതാനി പോലെ വരുന്നു, ഇരിക്കാനുള്ള ഇരിപ്പിടം, അതിൻ്റെ ഒരു മരങ്ങൾ, ഇവിടെ ഒരു മരങ്ങൾ അടുത്തായിട്ട് ഫോർഗ്രൗണ്ടിലായിട്ടൊരു മരം, അതൊക്കെ നല്ലൊരു ഐഡിയ ആണ്. പക്ഷേങ്കിൽ ഇതിൽ ഈ കളർ കോമ്പിനേഷനും മറ്റു കാര്യങ്ങളും, ഇവിടെ മരത്തിന് ഇലകൾ വരച്ചിട്ടില്ല. അപ്പം അത് പിന്നെ ഇതിനെ എങ്ങനെ കുറച്ചുകൂടി ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഈ ഭാഗങ്ങൾ വരക്കാൻ പറ്റും, ഗ്രൗണ്ട് എങ്ങനെ ട്രാൻസ്പാരൻ്റ് വരക്കാൻ പറ്റും, പിന്നെ ഇതിലെങ്ങനെ ഷാഡോസ് കൊടുക്കാൻ പറ്റും, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഈ വേലിയെ കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വൃത്തിയിലാക്കി വെള്ള കളറിൽ കാണിക്കാൻ എന്ത് ചെയ്യണം, സ്കൈ എങ്ങനെ കുറച്ചുകൂടി നന്നായി വരക്കാം, ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഇതിനായി വരക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കളറ് കാമലിൻ്റെ ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ്. ഇത് 18ഓളം കളറുണ്ട്. ഞാൻ യൂഷ്വലി അത്രയും കളറുകൾ ഉപയോഗിക്കാറില്ല. കുറച്ച് പ്രൈമറി കളേഴ്സ് മാത്രമേ, പിന്നെ അത്യാവശ്യം പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഈ ബ്ലാക്ക്, വൈറ്റ് തീരെ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ കളറുകൾ നോക്കാം. ഇതാണ് കാമൽ ആർട്ടിസ്റ്റ് വാട്ടർ കളർ ട്യൂബ്സ് ആണ്. 18 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം ഈ കളറുകൾ ഉപയോഗിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇത് ഞാൻ വരക്കാൻ ഉപയോഗിക്കുന്ന പാലറ്റാണ്. ഇതിൽ നിന്ന് മനസ്സിലാകും കളറുകൾ. യെല്ലോ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, റെഡ് ഉണ്ട്, സ്കാർലറ്റ് റെഡ് ആണ്, ക്രിംസൺ ഉണ്ട്, ഗ്രീൻ 2 ടൈപ്പ്, സാപ്പ് ഗ്രീനും പിന്നെ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഗ്രീനും, പിന്നെ കൊബാൾട്ട് ബ്ലൂ ഉണ്ട്, പിന്നെ വേറെ ഒരു കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള അൾട്രാമറൈൻ ബ്ലൂ എന്ന് പറയും, ആ ബ്ലൂവും കൂടി ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇനീഷ്യലി ഒരു സ്കെച്ചിങ് ചെയ്യുകയാണ് പെൻസിൽ യൂസ് ചെയ്തിട്ട്. പെൻസിൽ കൊണ്ട് വളരെ ലൈറ്റായിട്ടാണ് ഔട്ട്ലൈൻസ് വരയ്ക്കുന്നത്. മരം, അവിടെ ഒരു മരമുണ്ട്, നമുക്ക് ആദ്യത്തെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം. അവിടെ ഒരു മരമുണ്ട്, അതിൻ്റെ ഇലകൾ എവിടെ വരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. പിന്നെ അവിടെ ആ മൈതാനിയിൽ ഉള്ള ഒരു ആ പാർക്കിലുള്ള ഒരു ചെയർ കൂടി വരയ്ക്കുകയാണ്. വളരെ ബോൾഡ് അല്ലാതെ, അതേസമയം നമുക്ക് വരക്കുമ്പോൾ ലൈൻസ് കാണാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ഷേപ്പ് മാത്രം ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അവിടെ ഒരാൾ ഇരിക്കുന്നതായിട്ടും ഒന്ന് ജസ്റ്റ് അതിനൊരു ലൈവ് ആയി തോന്നാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മനുഷ്യനെ കൂടി വരയ്ക്കുകയാണ്. അങ്ങനെ ഔട്ട്ലൈൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കളർ കൊടുക്കുകയാണ്. ഇനിഷ്യലി യെല്ലോ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ആ സ്ട്രീറ്റ് വരച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ള പുല്ലുകൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇനീഷ്യലി ഒന്ന് യെലോവും, അതിൽ തന്നെ അത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ അതിൽ കുറച്ച് സാപ്പ് ഗ്രീനും കൂടി കൊടുക്കുന്നു. പിന്നെ
നമ്മൾ ആദ്യത്തെ ഇനീഷ്യൽ ചിത്രത്തിൽ കാണാൻ പറ്റും. അതിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരു വേലിയുണ്ട്. അതൊരു ബ്ലൂ കളർ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. കുറച്ചുകൂടി നന്നാവുക നമ്മളതൊരു വൈറ്റാക്കി കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നാവും. വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം വൈറ്റ് കളർ കൊടുക്കുന്നതിനെക്കാട്ടും അഭികാമ്യം ഇനീഷ്യലി കുറച്ച് വൈറ്റ് അവിടെ ഒഴിച്ച് വെച്ചിട്ട് ആ ഒരു വേലിക്ക് വേണ്ടുന്ന ഏരിയയിൽ വൈറ്റ് ഒഴിച്ച് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മരങ്ങളും അതുപോലത്തെ ഉള്ള ചെടികളൊക്കെ കുറച്ചൊരു ഡാർക്കായി കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു വേലിയുടെ വൈറ്റ് ഹൈലൈറ്റ് ആവും. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ ഒറ്റ കളർ കൊടുക്കുന്നതിന് പകരം കുറച്ച് കളറുകൾ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അവിടെ നിന്ന് ആദ്യം തന്നെ മിക്സ് ആക്കി എടുക്കണമെന്നില്ല, പേപ്പറിൽ നിന്ന് മിക്സ് ആക്കിയാലും മതി. അതിൽ കാണാൻ ബ്ലൂ ഉണ്ട്, കുറച്ച് റെഡ് ഉണ്ട്, സാപ്പ് ഗ്രീൻ ഉണ്ട്, വെറിഡിയൻ ഹ്യൂ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇനി അത് പാർക്കിൻ്റെ ഏരിയ വരക്കുകയാണ്. അത് കുറച്ചുകൂടി ലൈറ്റ് തട്ടുന്ന ഭാഗമായതുകൊണ്ട് തന്നെ അധികം കളർ അവിടെ അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് കുറച്ച് ലൈറ്റായിട്ടാണ് വരക്കുന്നത്. കൂടുതൽ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഡാർക്ക് പോലെ തോന്നും, മൈതാനത്തിൻ്റെ ഒരു ഹൈലൈറ്റ് പോവും. അങ്ങനെ ഒരു യെലോവും സാപ്പ് ഗ്രീനും കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് ലൈറ്റായിട്ട് വരക്കുന്നു. അത് നമുക്ക് മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗം കുറച്ചുകൂടി ലൈറ്റായിട്ട് വരക്കുന്നു. ഫോർഗ്രൗണ്ട് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്കായിട്ടാണ് കാണുന്നത് അവിടെയുള്ള ചെടികളൊക്കെ. പിന്നെ നമ്മൾ ആദ്യം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വരക്കണം. ഇവിടെ ഒരു മരം വരുന്നുണ്ട്, ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു മരം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷാഡോവും കൂടി ഈ സൈഡിലേക്ക് കുറച്ച് വരും. കുറച്ചൊരു പൂക്കളൊക്കെ കാണിക്കാൻ വേണ്ടി കുറച്ച് റെഡ് കൂടി ക്രിംസൺ കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ സാപ്പ് ഗ്രീൻ മാത്രമേ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേങ്കിൽ വ്യത്യസ്തമായ കളറുകൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. പെയിൻറ്റിങ് കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ. ഇത് അവിടെ വരുന്ന മരത്തിൻ്റെ ഇലകളാണ്. അങ്ങനെ ഒരു ഷാർപ്പ് കട്ടായിട്ടൊന്നും ബോർഡറൊക്കെ വരച്ച് അങ്ങനെ വരക്കേണ്ട. നമുക്കൊരു വാട്ടർ കളറാണ് പെട്ടെന്ന് തീർക്കേണ്ട ടൈപ്പിൽ വേഗം നമ്മളൊരു അവിടെ ഇവിടെയൊക്കെ ഇലകളൊക്കെ ഒന്ന് ഒരു ഷേപ്പില്ലാതെ വരക്കുക. അപ്പോഴാണ് അതിനൊരു നാച്ചുറൽ ലുക്ക് വരിക. വളരെ എലാബറേറ്റഡ് ആയിട്ട് വരക്കേണ്ടില്ല. ഇനി അങ്ങനെ വരക്കണമെങ്കിൽ വരക്കുകയും ചെയ്യാം. അവിടെ ഒരു മരം ഉണ്ടെന്ന് തോന്നിക്കല മാത്രം മതി നമുക്ക്. ഈ അടിഭാഗത്ത് വരുമ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി അൾട്രാമറൈൻ ആഡ് ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ്ങിൽ. അൾട്രാമറൈനും കുറച്ച് റെഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ പുല്ലുകളുടെ ഷാഡോസ് ആഡ് ചെയ്യാണ് അവിടെ. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ആയി കാണാൻ വേണ്ടി അതിൻ്റെ ബാക്കിലത്തെ ഭാഗത്ത് കുറച്ചൊരു ഡാർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഡാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി പെയിൻറ്റിൻ്റെ ഡാർക്ക് കൊടുക്കണം. അത് ബ്ലാക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബ്ലാക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻറ്റിൻ്റെ ട്രാൻസ്പാരൻസി പോവും, കാണാൻ രസം ഉണ്ടാവില്ല. സ്ട്രീറ്റ് വരച്ചിട്ടുണ്ട്. സ്ട്രീറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് റെഡ് കളറാണ്. ഇപ്പോൾ കൊടുക്കുന്ന അതേ റെഡ് തന്നെയാണ് കൊടുത്തത്, പക്ഷേ വളരെ ലൈറ്റായി കൊടുത്തുകൊണ്ടാണ് ആ ഡിഫറൻസ് കാണുന്നത്. ഇരിപ്പിടം വരച്ചു. ഇനി അവിടെ ഒരു ആളെയും കൂടി വരക്കാനുണ്ട്. മുഴുവൻ ഉണങ്ങുന്നതിൻ്റെ മുന്നേ ആയതുകൊണ്ട് ആ ഇരിപ്പിടത്തിൻ്റെ കാലിൻ്റെ ഭാഗത്ത് കളർ ലേശം മിക്സായിട്ട് അങ്ങോട്ടേക്ക് സ്പ്രെഡായി പോയിട്ടുണ്ട്. പിന്നെ മരങ്ങൾ വരക്കുക, കുറച്ച് അതിൻ്റെ ബ്രാഞ്ചുകൾ വരക്കണം. അവിടെ റെഡായത് കൊണ്ട് തന്നെ ഞാൻ ഇരിക്കുന്ന ആളുടെ ഷർട്ടിന് റെഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല, ഒരു കോൺട്രാസ്റ്റ് വേണം. അപ്പം അത് വൈറ്റ് ആക്കാനാണ് പ്ലാന്. പിന്നെ നിങ്ങളുടെ മുമ്പോട്ടുള്ള അടുത്തുള്ള ഭാഗത്തുള്ള ആ ചെടികളിൽ കുറച്ചുകൂടി ഒരു ഷാഡോസ് വരക്കുന്നുണ്ട്. റോഡിനോട് ചേർന്ന ഭാഗത്ത് കുറച്ച് ഷാഡോസ് കൂടുതലുണ്ടാവും. കാരണം ഇപ്പുറത്തെ ഒരു മരം അവിടെ വരച്ചിട്ടുണ്ട്.
ഒരു സാങ്കല്പിക മരം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ടാവും. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഷാഡോ ആഡ് ചെയ്യുമ്പോൾ അവിടെ മരം ഉള്ളതുപോലുള്ള ഒരു ഫീലിംഗ് വരും. ഓൾറെഡി നമ്മൾ ഷാഡോ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി മരത്തിന് ചെറിയ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വരക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. ആ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ആ മരം എത്തുന്നതിന് മുന്നേ സ്ട്രീറ്റിൽ വേറെ ഒരു മരം ഉള്ളതുപോലത്തെ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഷാഡോ വരച്ചിരിക്കുന്നത്. ഞാനിത് ഈ പെയിൻറ്റിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് camel ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പെയിൻ്റാണ്, വരയ്ക്കാൻ നല്ല കംഫർട്ടാണത്. മരത്തിൻ്റെ അടിഭാഗം കുറച്ചുകൂടി ഡാർക്ക് ആക്കുന്നുണ്ട്. ഇലകൾ ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല കളറുകൾ യൂസ് ചെയ്യാം. അൾട്രാമറ യൂസ് ചെയ്യാം, കുറച്ച് റെഡ് യൂസ് ചെയ്യാം. ഒരുപാട് ആക്കുന്നതിന് പകരം ഈ ഒരു ഏരിയ മാത്രം കുറച്ച് വെയിലിൻ്റെ ബാക്കിൽ വരുന്ന ഇലകളുടെ ആ ഒരു ഡാർക്ക് ഏരിയ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ചൊരു ഡാർക്ക് ആക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു പിക്ചർ മാറി, ആ ഒരു പഴയ ലെവലിൽ നിന്നുള്ള മാറി. ഇനി ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പെയിൻറ്റിങ് കൂടുതൽ പ്രോമിനൻ്റായി വരാൻ പോകും. നമ്മൾ ഓരോ കാര്യങ്ങളും ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ആ സീറ്റ് ഷെയ്ഡ് ചെയ്യാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പെയിൻറ്റിങ് കൂടുതൽ പ്രോമിനൻ്റായി വരാൻ തുടങ്ങും. ആ ഒരു ഹോമോജിനസ് ലുക്കിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊന്ന് പ്രോമിനൻ്റ് ഏരിയയും കണ്ടൻസൊക്കെ ഒന്നുകൂടി ഹൈലൈറ്റായി വരാൻ തുടങ്ങുകയാണ്. ചെറിയൊരു ഷാഡോ അവിടെയും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു പെയിൻറ്റിങ്. ഞാൻ ഇനീഷ്യലി കാണിച്ച ഒരു പെയിൻറ്റിങ്ങിൽ നിന്ന് ഇതിലേക്ക് മാറാനുള്ള വഴികളാണിത്. കുറച്ചുകൂടി ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട്, ഭംഗിയും ഒരു റിയലിസ്റ്റിക്കായിട്ട് തോന്നാനും വേണ്ടിയിട്ടുള്ള വഴികളാണ്. ജസ്റ്റ് അവിടെ ഒരു ഓറഞ്ച് കളർ കൊടുക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സൂര്യപ്രകാശം അവിടെ തട്ടുന്നതായിട്ടൊരു ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓറഞ്ച് കളർ കൊടുക്കുന്നത്. ആ ഇലകളുടെ മുകൾ ഭാഗമൊക്കെ ഒരു സൂര്യപ്രകാശം തട്ടുന്നു. അതിൻ്റെ ഷാഡോ ആണ് ഇപ്പുറത്ത് റോഡിലേക്ക് വീഴുന്നത്. ഞാനിത് വരച്ചിരിക്കുന്നത് അനുപം വാട്ടർ കളർ പേപ്പറിലാണ്. നമുക്കിവിടെ അവൈലബിൾ ആണ് എല്ലാ സ്ഥലത്തും. അതിൻ്റെ 300 GSM-ലാണ് വരച്ചിരിക്കുന്നത്. 200 GSM-ൻ്റെ പേപ്പറുണ്ട്, നല്ല ക്വാളിറ്റിയാണ്. ഇപ്പം ഒരു പെയിൻറ്റിങ്ങിന് ഒരു ലുക്ക് മാറി, ഭംഗിയായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പഴയ രീതിയിൽ നിന്ന് മാറി, നമ്മളൊരു റെഫറൻസിനെടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ കുറച്ച് ഷാഡോസൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഭംഗിയായി വരും. ഫ്ലവേഴ്സൊക്കെ ഒന്നുകൂടി ഒരു ചെറിയ ഷാഡോസ് കൊടുക്കുകയാണ് ഫ്ലവേഴ്സിന്. അവിടെ ഉള്ള ഷാഡോസിൻ്റെ ഡെപ്ത് കുറച്ചുകൂടി ക്രിയേറ്റ് ചെയ്യുകയാണ് ആ മരമുള്ള ഏരിയയിൽ. ഞങ്ങൾക്ക് ഈ പെയിൻറ്റിങ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. സ്കൈ കൂടി വരക്കുകയാണ്. കൊബാൾട്ട് ബ്ലൂ എന്ന് പറയുന്ന കളറാണ് എടുത്തിരിക്കുന്നത്. കുറച്ചൊരു വൈറ്റൊക്കെ ഒഴിച്ചു വിടാൻ പോവാണ്, കാരണം എന്നാലേ ഒരു
ക്ലൗഡ്സിൻ്റെ ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് പെയിൻറ്റിങ്. എല്ലാവർക്കും പെയിൻറ്റിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.